ശുദ്ധമായ ഖുർആനിലെ 3 ആയത്തിന്റെ പ്രതിഫലം 70,000 മലക്കുകളുടെ സംരക്ഷണം നിനക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകും. 2, നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 3 ആയത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉറക്കെ പറഞ്ഞ ഓതിക്കൂടെ? എന്നോട് നിങ്ങൾക്ക് വണക്കമൊന്നുമില്ലല്ലോ, എന്നോട് വണക്കമൊന്നുമില്ലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? എന്തേ പ്രതിഫലം? 70,000 മലക്കുകളുടെ സംരക്ഷണം. 70,000 മലക്കുകളുടെ സംരക്ഷണം. ആ സംരക്ഷണം ഖേദിച്ചുകൊണ്ട് ഒരാളെ കിടക്കത്തുള്ളൂ, ഇസ്രായീൽ അലൈഹിസ്സലാം. അത്രേ ഉള്ളൂ. പിന്നെ ആ ചങ്ങാതിയെ തടയാൻ പറ്റൂലല്ലോ. ആ ചങ്ങാതിയെ തടയാൻ വേറെ വഴിയൊന്നുമില്ല, എവിടെയും കയറി വരാനുള്ള അനുവാദമുണ്ട്. അപ്പൊ 70,000 മലക്കുകളുടെ സംരക്ഷണവും ലഭിക്കും. മരിച്ച ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 3 ആയത്ത് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. നിങ്ങളെങ്ങനെ പെണ്ണുങ്ങളെ എന്തായാലും വന്നിരിക്കുകയല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 ആയത്ത് അവസാനം പറഞ്ഞു തരാം കേട്ടാ. ഇൻഷാ അല്ലാഹ് ഈ 3 ആയത്ത് ഏതാണെന്ന് കേൾക്കണമെങ്കിൽ അവസാനം വരെ ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോളി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അൻസാരിയുടെ മുഖം കാണുമ്പോൾ കരയും. നിനക്ക് എന്താണ് അൻസാരി? അൻസാരിയുടെ വിഷമം കണ്ടാൽ വിചാരിക്കും ഈ ഹിദായത്തിൽ വാഴ്ച നടത്തിയിട്ട് അവൻ വീട് വെച്ചേന്ന്, അവന് കല്യാണം കഴിച്ചതൊക്കെ എന്താ വെച്ചങ്ങായാലും. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ മനുഷ്യന്മാർ അള്ളാഹു ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. മറ്റുള്ളവൻ്റെ ന്യൂനതയും പ്രയാസവും നോക്കാൻ നിൽക്കരുത്. അതിൻ്റെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വയത് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ 2-3 വർഷം, 3-4 വർഷമായില്ലേ അനുസരിച്ച്? 4 വർഷമല്ലേ? 4 വർഷം. എല്ലാ വർഷവും കുടുംബജീവിതമാണ് പറയണേ. എല്ലാ വർഷവും എൻ്റെ കൂടെ വന്ന് ചെറുപ്പക്കാരൻ ഡ്രൈവറായിട്ട് വരുന്ന പയ്യൻ ചോദിച്ചു, എന്താ ഉസ്താദെ പടന്നയിൽ കുടുംബജീവിതം? ഇതുവരെ ആ വിഷയം പറഞ്ഞു തീർന്നിട്ടില്ല, അതിങ്ങനെ ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തോടു കൂടിയെങ്കിലും ആ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം. ഇൻഷാ അല്ലാഹ്. ആദ്യം വന്നിട്ട് മക്കളെ കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു, ഭാര്യ ആരാണെന്ന് പറഞ്ഞു. പക്ഷെ ഭർത്താവ് ആരാണെന്ന് പറയാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ഭർത്താവ് ആരാണെന്ന് പറയാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞാൻ ഒന്നും പറയൂല. നിങ്ങളെന്നും നിങ്ങളുടെ ദിവസമാണ്. ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹിദായത്തിലെ പെണ്ണുങ്ങൾ പറയും, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നല്ല വയത് പറയണത്. അങ്ങനത്തെ വയലായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങൾക്കുള്ള വയല. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാര്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെയും ആഗ്രഹവും സ്വർഗത്തിൽ പോകാൻ. കള്ളു കുടിച്ച് നടക്കുന്ന മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. എന്നാൽ നമ്മൾ ആരെങ്കിലും ഈ സ്വർഗം ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും ഇന്നുവരെ സ്വർഗം കണ്ടിട്ടില്ല. എങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിനെ കണ്ടിട്ട് വന്നു പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അറിവ് മാത്രം അത് കിതാബുകളിലൂടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെ ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗമായി മാറുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. അവിടെയാണ് പാലരുവിയുടെ അതാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നത്. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് സ്വർഗത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്ന സ്വർഗമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അവിടെ കഷ്ടപ്പാടില്ല, ദുരിതങ്ങളില്ല, ദുഃഖങ്ങളില്ല, പ്രയാസമില്ല. ആ
ആരും കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടണ്ട. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ അവന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവേ, അവൻ ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗത്തിലേക്കാണ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കടത്തിവിടുന്നത്. ആ സ്വർഗത്തിലേക്കാണ് ആദം നബി കടന്നു ചെന്നത്. ആ സ്വർഗത്തിലൂടെ ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആദം നബി അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവനെ, ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാ. അല്ലാഹുവേ, ഒരിക്കൽ അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗത്തിലൂടെ നടന്നു പോയിട്ട് പോലും നിനക്കെന്തേ ഒരു സന്തോഷമില്ലാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്കെന്തേ ഒരു സന്തോഷമില്ലാത്തത്? നിന്റെ മുഖത്തൊരു പ്രകാശമില്ലാത്തതെന്ത്? ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, എന്തോ ഒരു കുറവുള്ളതുപോലെ പടച്ചവനെ, ഇതെല്ലാം കിട്ടിയിട്ടും തികയുന്നില്ല തമ്പുരാന്, എന്തോ ഒരു കുറവുള്ളതുപോലെ പടച്ചവന്. അല്ലാഹുവേ, അവിടെന്ന് ആദം നബി അല്ലാഹുവോട് പറയുകയാ, ഒറ്റക്കുള്ള ജീവിതം മടുത്തു അല്ലാ, എനിക്കൊരു കൂട്ടുവേണം തമ്പുരാന്, എനിക്കൊരു കൂട്ടുവേണം തമ്പുരാന്. എവിടെ വെച്ചാണ് പറയുന്നത്? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാണ്. ആ സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തിട്ടും ആദം നബി അല്ലാഹുവോട് പറയുകയാ, ഇതൊക്കെ കിട്ടിയിട്ടും തികയുന്നില്ല തമ്പുരാന്, എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു സന്തോഷമില്ല, അതുകൊണ്ട് എനിക്കൊരു കൂട്ടുവേണമെന്ന് ആദം നബി അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഹവ്വാ ബീവി റളിയല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുക്കുകയാ. അവിടുന്ന് ഒരു ഇണയെ കിട്ടിയപ്പോഴാണ് ആദം നബിയുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായത്. അവിടുന്ന് സന്തോഷമുണ്ടായതെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്തിനായി ചരിത്രം പറഞ്ഞു തന്നറിയുമോ? കുടുംബജീവിതത്തിന്റെ വില എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ പവിത്രത എന്താണ്, അല്ലാഹുവേ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞു തന്നത്. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ ചെറുപ്പക്കാര് ചോദിക്കും, എന്തിനാ ഉസ്താദേ വിവാഹം കഴിക്കുന്നത്? ഒറ്റയ്ക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാത്ത ജീവിതമാണെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, മാതാപിതാക്കളെ വിവാഹ കാര്യം പറയുമ്പോ ടെൻഷൻ അടിക്കുന്ന പെങ്ങള്, വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. മോനെ, വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്നറിയുമോ? അതിനുള്ള മറുപടി അല്ലാഹു തന്നെ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മറുപടി എന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടൂ, വിവാഹ ജീവിതത്തിലെ സന്തോഷമുള്ളൂ, വിവാഹം കഴിച്ചാലേ ആനന്ദമുള്ള ഒരു ജീവിതം കിട്ടൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ പടന്നയിലെ വിവാഹം കഴിച്ച ഓരോ മനുഷ്യനും പറയുന്നത്, ഉസ്താദ് അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, വിവാഹം കഴിച്ച സമാധാനം പോകും ഉസ്താദ്, ഞാൻ വിവാഹം കഴിച്ചത് കൊണ്ടാണ് എന്റെ സമാധാനം പോയത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വിവാഹം
കഴിച്ചിട്ട് നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് നിന്റെ പോരായ്മ കൊണ്ടാണ്, അത് നിന്റെ കുഴപ്പം കൊണ്ടാണ്, നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതമോ കുടുംബ ജീവിതമോ, പക്ഷേ നീ വിവാഹം കഴിഞ്ഞപ്പോ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെയായി, സമാധാനമില്ലാതെയായി, വല്ലാത്ത ടെൻഷനായി, കിടന്നിട്ടുറക്കം വരുന്നില്ലോ, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ലോ. പടച്ചവനെ അതാ മെഴുകുതിരി ഉരുകുന്നത് പോലെ അല്ലാഹു തന്ന ആയുസ് ഇങ്ങനെ ഉരുക്കി കളയുന്ന പെങ്ങള്, അതിന്റെ കാരണം നിന്റെ തെറ്റുകൊണ്ടതാണ്. പടച്ചവനെ അതിന്റെ കാരണം നീ തന്നെയാണ്. നിനക്ക് തോന്നുന്നത് പോലെയല്ല ജീവിക്കേണ്ടത്, നിനക്ക് തോന്നുന്നത് പോലെയല്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരുന്ന എങ്ങനെയാണ് ജീവിക്കേണ്ടത്. 11 ഭാര്യമാരുമായി പടച്ചവനെ ഒരെണ്ണത്തിന് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലോ 11 ഭാര്യമാരുമായി സമാധാനത്തോടുകൂടി എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് പോലെ ജീവിതം നയിച്ചാ പടച്ചവനെ മരിച്ചാലും മറക്കാൻ കഴിയൂല, മരിച്ചാലും മറക്കാൻ കഴിയില്ലോ. എന്തൊരു ആനന്ദമെന്നറിയുമോ, എന്തൊരു സന്തോഷമെന്നറിയുമോ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, അവിടുത്തെ ജീവിതം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും പൊന്നുമോള്, കൊതി തോന്നുന്ന രീതിയില് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ജീവിക്കുകയാ. പടച്ചവനെ, അലിയാര് തങ്ങളാണ് ഭർത്താവ്, പണക്കാരനല്ല, പാവപ്പെട്ടവനാണ്. ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ല് വിറ്റുകഥാ, പുല്ല് വെട്ടികെട്ട് കൊണ്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയുടെ കയ്യിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരളിന്റെ കഷ്ടത്തിനെ പിടിച്ചു കൊടുത്തത്. അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിച്ച് യാത്ര പറയുകയാ. അവസാനം അലിയാര് തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസയുണ്ടല്ലോ, നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി ഖബറടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിന്റെ മുകളിലേക്ക് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പടച്ചവനെ, രാത്രിയായി. അലിയാര് തങ്ങൾക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല, ഒരു സമാധാനവുമില്ല. കാരണം ഇന്നലെ വരെ എന്റെ ഫാത്തിമ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ, ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ അല്ലാഹുവേ, സമാധാനമില്ലോ, കിടന്നിട്ടുറക്കം വരുന്നില്ലോ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലോ. അലിയാര് തങ്ങൾ പാതിരാത്രി എഴുന്നേറ്റ് നടക്കുകയാണ്. എവിടേക്കാ നടന്നു പോയതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഖബറടക്കിയിരിക്കുന്ന ജന്നത്തുൽ ബഖീയിലേക്ക് പാതിരാത്രി കടന്നു ചെല്ലുകയാ. തന്റെ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അവിടുന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. ജീവിച്ചിരിക്കുന്ന ഒരാളോട് പറയുന്നത് പോലെ പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് അതാ ഭർത്താവ് കടന്നു ചെന്ന് നിന്നിട്ട് സലാം പറയുകയാണ്. ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ലോ, ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ലോ. അലിയാര് തങ്ങൾ പിന്നെയും സലാം പറയുകയാണ്. സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ എന്റെ സലാം അടക്കാത്തത്? എന്നോട് പിണക്കമാണോ ഫാത്തിമ? ഇത്ര പെട്ടെന്ന് എന്നെ അങ്ങ് മറന്നു പോയോ ഫാത്തിമ? മണിയറക്കകത്ത് പിണങ്ങിയിരിക്കുന്ന ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്നിട്ടും സലാം അടക്കാതെ വരുമ്പോ അതാ അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഖബറേ,
എന്റെ ഫാത്തിമയോട് എന്റെ സലാമടക്കാ പറ. എന്നോട് പിണങ്ങല്ലേ, എന്നോട് പിണങ്ങല്ലേ, എന്റെ ഫാത്തിമയോട് എന്റെ സലാമടക്കാൻ പറ. അലിയാരി ഞങ്ങളെ ചോദിക്കുന്നു, ഖബറ് എന്റെ ഭാര്യയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ, എന്റെ ഭാര്യയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ. ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന എന്റെ ഭാര്യ ആരാണെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോ. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയുണ്ടല്ലോ, ഞാൻ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്, മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. എന്തേ ഫാത്തിമ, ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലോ, എന്തിനാണ് മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളായ ഭാര്യയോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളായ ഫാത്തിമയോട് അലിയാര് തങ്ങള് മണിയറയുടെ രാത്രി ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് മണിയറ എന്നറിയുമോ? എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. 6 അടി മണ്ണാണ് മണിയറയാക്കേണ്ടത്, അവിടെയാണ് ആഘോഷിക്കേണ്ടത്, അവിടെയാണ് സുഖിക്കേണ്ടത്. ഖബറിന്റെ അകത്ത് ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കുകളുണ്ടല്ലോ, എടാ ഈ മണിയറക്കകത്ത് പുതിയ പട കിടക്കുന്നത് പോലെ കിടന്നുറങ്ങടാ എന്ന് മലക്ക് പറയുന്നത് കേൾക്കണ്ട്. അതുകൊണ്ട് അലിയേ, ഇന്ന് രാത്രി മുഴുവനും നമുക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരന്ന് നിസ്കരിച്ചു ദുആ ചെയ്യാ എന്ന് തന്റെ ഭർത്താവിനോട് പറഞ്ഞവളാ എന്റെ ഭാര്യ. അതുകൊണ്ട് ഖബറേ എന്റെ ഭാര്യയോട് എന്റെ സലാം അടക്കാ പറ. ജീവിതമെന്ന് പറഞ്ഞാൽ ഇതല്ലേ പൊന്നുമോന്, മരിച്ചാലും മറക്കൂല, മരിച്ചാലും മറക്കൂല. ഒരു ഭാര്യക്കും തന്റെ ഭർത്താവിനെ മറക്കാൻ കഴിയില്ല, ഒരു ഭർത്താവിനും തന്റെ ഭാര്യയെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു. എല്ലാവരും ചോദിക്കും, എന്തിനാ ഉസ്താദെ വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കാതെയുള്ള ജീവിതമല്ലേ? ചോദിക്കാനും പറയാനും ആരില്ല. മാതാപിതാക്കൾ ചോദിക്കും, അത്ര തന്നെ, അല്ലെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ നടക്കാമല്ലോ, ഒരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല. അല്ലാഹുവേ, ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാതെയുള്ള ജീവിതമാണെന്ന് പുതിയ തലമുറ ചിന്തിക്കുമ്പോ, എടാ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകാ. നിനക്കറിയാലോ സ്വർഗം എന്താ, സ്വർഗത്തിന്റെ അനുഗ്രഹം എന്താ? ആ സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും കൊതിക്കുന്നേ. ഈ സ്വർഗത്തിലൂടെ ആദം നബി നടന്നു പോകുന്നു. എല്ലാം കിട്ടിയിട്ടും എന്തോ കുറവുള്ളതുപോലെ. എന്തേ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? പടച്ചവനെ ഒറ്റയ്ക്ക് നടന്നിട്ടും മടുത്തു പടച്ചവനെ. അല്ലാഹുവേ, ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അത് മടുത്തു പടച്ചവനെ. എനിക്കൊരു കൂട്ടു വേണം തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ചാ മനുഷ്യ പറഞ്ഞു. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാ ആദം നബിക്ക് സമാധാനമായതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ കുടുംബ ജീവിതത്തിന്റെ വിലയും മഹത്വവും അതാ. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു സുഖമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും. എന്നാ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് പറ, നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? പെണ്ണ് കെട്ടിയ അന്നത്തോടു കൂടി പോയെന്നാ പലരും പറയുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച് 1 മാസമേ ആയുള്ളടാ, വീട്ടിൽ പോകുന്നില്ലേ, 10 മണിയായടാ, ഭാര്യ ഉറങ്ങട്ടെ, കുറച്ചു കഴിഞ്ഞ് പോകാം. ഇത് ആണുങ്ങളുടെ അവസ്ഥ. പണ്ട് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വരുന്നു എന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവേ എന്തൊരു സന്തോഷം എന്നറിയോ. ഒരുങ്ങിക്കെട്ടി കോഴിക്കോടോ അല്ലെങ്കിൽ മംഗലാപുരമോ എയർപോർട്ടിന്റെ മുന്നിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പോയി ഒരുങ്ങി നിൽക്കും തൻ്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ. ഇന്ന് ഭർത്താവ് പെണ്ണുങ്ങളോട് പറയുന്നു, ആമിന ലീവ് കിട്ടാൻ സാധ്യതയുണ്ട്, ഞാൻ അടുത്ത മാസം വരും. ഓൾ അല്ലാഹുവേ പടച്ചവനെ ടെൻഷൻ തുടങ്ങി, കാലം വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാ, എൻ്റെ ഭർത്താവിന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര കൊള്ളാമായി. ഇതാ പെണ്ണുങ്ങളുടെ അവസ്ഥ. ഇതിന്റെ കാരണം എന്തെന്നറിയോ?
നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് പോലെയല്ല. എടാ, നിനക്ക് ഒരെണ്ണത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, ആലോചിക്കേ, എങ്കിലും 11 ഭാര്യമാരുമായി സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു. അതുപോലെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയും, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. ഇത് നിസ്കരിക്കുന്ന, നിസ്കാരത്തടമ്പുള്ള, ഹജ്ജ് ചെയ്ത, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനും പറയും. പടന്നയിൽ പള്ളിയുടെ പടി ചവിട്ടാത്ത മുതുകുടിയവനാണെങ്കിലും, പലിശ കച്ചവടക്കാരനാണെങ്കിലും, പെണ്ണുപിടിയനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറയും, എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എൻ്റെ മൂക്കി കൂടെ ചീഞ്ചലം ഒഴുകി വരുമ്പോൾ നീ നിന്റെ നാക്കുകൊണ്ട് നക്കിയെടുക്കണം. അല്ലോ, ഓരോ ഭർത്താവും തന്റെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ്. സത്യം തന്നെ ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ തന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരുടെ പൊരുത്തം വേണം? നിങ്ങൾ പറ, ആരുടെ പൊരുത്തം വേണം? പറ മനുഷ്യന്മാർ, ആരുടെ പൊരുത്തം വേണം? ഭർത്താവിന്റെ പൊരുത്തം വേണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണോ? വേണോ? ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, നിന്റെ പൊരുത്തമുണ്ടെങ്കിലേ നിന്റെ ഭാര്യയ്ക്ക് പോകാൻ പറ്റും, സമ്മതിച്ചു. പക്ഷെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണോ? എന്ത് ചിന്തിക്കാത്ത? നീ മുതുകുടിയനെ 4ാം കാലി വീട്ടിൽ കയറി പോയി പെണ്ണുമ്പിള്ളയെ പിടിച്ചു കൂമ്പിനിട്ട് ഇടിച്ചു വാട്ടിയിട്ട് നീ പറയാ സ്വർഗത്തിൽ പോണെങ്കിൽ എൻ്റെ പൊരുത്തം വേണല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ തൃപ്തി നിനക്കും വേണം, ഇല്ലെങ്കിൽ നീയും രക്ഷപ്പെടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രയും കാലം പെണ്ണുങ്ങളുടെ ഇറച്ചിയല്ലേ നമ്മളൊക്കെ തിന്നണേ. എല്ലാവരും പെണ്ണുങ്ങൾക്ക്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുള്ള കടമകൾ. നിനക്ക്, നിന്റെ ഭാര്യക്ക് നിന്നോട് ഒരുപാട് കടമയുണ്ട്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭാര്യക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. ഈ കടമയുള്ളതുപോലെ ഭർത്താവിനും തിരിച്ചങ്ങോട്ടുമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമയേക്കാൾ കൂടുതൽ കടമ തിരിച്ചങ്ങോട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, എനിക്ക് അല്ലോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല, അവൾ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എന്നോട് എനിക്ക് തന്നെ വെച്ചേരുന്നില്ല, ഇങ്ങനെ പരാതി പറയല്ലോ. എന്തേ പരാതി പറയുന്നേ? മനുഷ്യ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ടോ? ആദ്യം നീ മനസ്സിലാക്കി. നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് 12ഓളം കടമകളുണ്ട്. ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ? നീ പാലിച്ചാൽ നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട, അവളെല്ലാം നിനക്ക് ചെയ്തു തരും. നീ വീടിൻ്റെ അകത്ത് ചെന്നാൽ മതി, ഭക്ഷണം മുന്നിലുണ്ടാകും, നിന്റെ വസ്ത്രം കഴുകിത്തരും, നിന്റെ ഉമ്മാനെ നോക്കും, നിന്റെ ഉപ്പാനെ നോക്കും, നിന്റെ കൂടെ ഒരു പരാതി നിന്റെ ഭാര്യയ്ക്കില്ലെന്നേ. നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കുക. പെണ്ണുങ്ങളെ, ഇനി വയലു പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം, ഇക്ക, ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം? ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുണ്ട്, നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം. തമ്മിലടിക്കാനല്ല, അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് നിന്റെയും ബാധ്യതയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം, അതിനുള്ള അവകാശം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല, ഇത് തിരിച്ചു തള്ളാനുള്ളതല്ല, ഇത് നിസാരമായി കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അവസാന പ്രഭാഷണമുണ്ടല്ലോ. ആ പ്രഭാഷണത്തില് 1,20,000 പരം വരുന്ന സ്വഹാബാക്കൾ തന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു,
ഇത്തഖുല്ലാഹ ഫിന്നിസാ. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാര്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ ഭർത്താവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടന്നയിലെ ചെറുപ്പക്കാരാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു ചോദിക്കുകയാണ്. നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജതി സൗജിനാ അലൈഹി യാ റസൂലല്ലാഹ്. ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? എണ്ണിക്കോ പെങ്ങള്, നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ പെങ്ങള്. നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്. ആദ്യം ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കണം, നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. പടച്ചവനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി പ്രബോധനവുമായി പ്രവാചകൻ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. എവിടെ നോക്കിയാലും തല്ലിച്ചതക്കുകയാണ്, ചോദിക്കാനും പറയാനും ആരുമില്ല, പടച്ചവനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലോ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കാൻ പടച്ചവനെ ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാ പറയുകയാ. എന്റെ പ്രിയമുള്ളവര്, എങ്ങനെയാണ് ഹിജ്റ പോയതെന്നറിയുമോ? തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയത്. എല്ലാവരും കടന്നുപോയി. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കടന്നു പോവുകയാ. എങ്ങനെയാ സ്വീകരിച്ചത്? മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? മുഹാജിരീങ്ങൾ അൻസ്വാരീങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ? രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു, പണമുള്ളവർ പണം കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു, പടച്ചവനെ വാഹനമുള്ളവർ വാഹനം കൊടുത്തു. എന്തിന് 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യതാ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിഭാഗം കഴിച്ചു കൊടുത്തു. അൻസ്വാരീങ്ങൾ മുഹാജിരീങ്ങളെ ബഹുമാനിച്ചെന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യ മുഹാജിറ, നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, അവളൊരു മുഹാജിറാണ്. അവൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുണ്ട്, വീടുണ്ട്, നാടുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ നീ നിന്റെ ഭാര്യ മഹർ കൊടുത്ത് വിഭാഗം കഴിച്ചു കഴിഞ്ഞപ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്. പടച്ചവനെ അല്ലാഹുവേ, നിന്റെതെല്ലാം അവളുടേതാവുകയാണ്. അവൾക്കൊന്നുമില്ല, അവൾക്കൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിറിനെ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നിന്റെ ഭാര്യ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ